എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആപ്പിൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് ചേരുവകളൊന്നും തന്നെ വേണ്ട. ആപ്പിളൊക്കെ കുറച്ചധികം ഉള്ള സമയത്ത് നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു മധുരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 6 ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം. ആപ്പിൾ അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി കളയാതെയാണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയും മഴുക്കും അതുപോലെ മെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കണം. ഞാനിപ്പോൾ 2-3 വെള്ളത്തിൽ മാറ്റി മാറ്റി നല്ലതുപോലെ കഴുകി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കളറൊന്നും ചേഞ്ച് ആയിട്ട് പോവില്ല. ആപ്പിൾ കട്ട് ചെയ്ത് കുറച്ച് സമയം പുറത്ത് വെച്ചിരുന്നാൽ തന്നെ അതിൻ്റെ കളറ് മാറുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. ഇനി നമുക്ക് ആപ്പിൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് അരയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ആപ്പിളിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് തന്നെ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും. ഇപ്പോൾ ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ അരച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. കുറച്ച് ആപ്പിൾ കൂടി അരയ്ക്കാനായിട്ട് ബാക്കിയുണ്ട്. അതിപ്പോൾ അരഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് ബാക്കി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മാത്രമാണ് ഞാൻ വെള്ളം ചേർത്തിരിക്കുന്നത്. പരമാവധി കുറഞ്ഞ വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ മിക്സ് ഒന്ന് റെഡിയാക്കി വെക്കാം. ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കണം. ആപ്പിൾ കുറുകി വറ്റി വരുന്ന സമയത്ത് ഇതുകൂടി ചേർത്തിട്ട് വേണം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വന്നു കഴിയുമ്പോൾ തന്നെ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി നുറുക്കിയ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ആ ഒരു ചെറിയ തീയിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. നന്നായിട്ട് വറന്ന ഒരു സ്മെല്ലോട് കൂടി ആ ഒരു ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് വരുന്ന സമയത്ത് ഇത് കോരി മാറ്റാവുന്നതാണ്. നട്ട്സ് വറുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് ആ ഒരു പൊട്ടുന്ന രീതിയിൽ നയന്ന് പോവാതെ വറുത്തെടുത്താൽ മാത്രമേ കഴിക്കുന്ന സമയത്ത് അത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വറുത്തെടുക്കാനായിട്ട് തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അതുപോലെ ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വരുന്ന ആ ഒരു രീതിയിൽ തന്നെ വറുത്തെടുക്കണം. ബാക്കിയുള്ള നെയ്യിലേക്ക് അരച്ച ആപ്പിൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളം കൂടുതലായിട്ട് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ പൊട്ടിത്തെറിക്കും. അപ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് വേണം. കുറച്ച് നീളമുള്ള തവിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. പരമാവധി വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാം. ഇനി ഇത് വെള്ളം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ആ പൊട്ടിത്തെറിക്കലിൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞു വരും. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ ചേർക്കുമ്പം അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പം അല്പം കുറവ് മതിയെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആപ്പിൾ നല്ല മധുരമുള്ള ആപ്പിളാണെങ്കിൽ അത് നോക്കിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഞ്ചസാര ഇതിൻ്റെ കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര അലിഞ്ഞ് വരുന്നതിനനുസരിച്ചിട്ട് അല്പം കൂടി ഒരു വെള്ളമയം കൂടുതലായിട്ട് കാണും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. അടിയിൽ തറഞ്ഞിരിക്കുന്ന കോൺഫ്ലോർ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ചേർത്ത് കൊടുത്താൽ ഉടനെ തന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ ആപ്പിളൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇതിലേക്ക് നല്ലതുപോലെ യോജിച്ച് കിട്ടണം. ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആ പഞ്ചസാരയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മാത്രം 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒട്ടും കൂടി പോകേണ്ട. 1 നുള്ള് വിരലിലെടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഒഴിച്ചു കൊടുത്ത 1 ടേബിൾ സ്പൂൺ നെയ്യ് നല്ലതുപോലെ ഇതിലേക്ക് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം മൊത്തത്തിൽ വറുത്തെടുക്കാനും കൂടെ കൂട്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏലക്കയുടെ സ്വാദ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ആ ഒരു ആപ്പിളിൻ്റെ ഫ്ലേവറിൽ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ല പരുവത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ അല്പം എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് നല്ല രീതിയിൽ ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു സ്വീറ്റ് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഉടനെ തന്നെ സെറ്റ് ചെയ്യാനായിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെറ്റ് ചെയ്തെടുക്കുന്ന പാത്രം നല്ല രീതിയിൽ നെയ്യോ ഓയിലോ പുരട്ടിയിട്ടൊന്ന് റെഡിയാക്കി വെച്ചിരിക്കണം. ഇതൊക്കെ ആറി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഡീമോൾഡ് ചെയ്തെടുക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ കോരി കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കല്ലേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്